എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ആരാണ് ലോകത്തെ ജയിക്കുന്നതെന്ന് ശ്രവിക്കാം. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആദിമ ക്രിസ്ത്യാനികൾക്ക് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ കത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. സ്നേഹം, അനുസരണം, വിശ്വാസം, ദൈവവുമായുള്ള ബന്ധത്തിലൂടെ ലോകത്തിൻ്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുക തുടങ്ങിയ വിഷയങ്ങളെ ഈ ലേഖനം ഊന്നി പറയുന്നു. ഇവിടെ ദൈവമക്കൾ എന്ന നിലയിൽ വിശ്വാസികളുടെ ഐഡന്റിറ്റിയിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ആ വ്യക്തിത്വത്തിൻ്റെ പ്രായോഗിക ഫലപ്രാപ്തിയിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം, അവൻ്റെ കൽപ്പനകളോടുള്ള അനുസരണം എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് മുൻവാക്യങ്ങൾ എടുത്തു കാണിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ സ്വാഭാവിക ഫലമായാണ് ലോകത്തിൻ്റെ മേൽ വിജയം എന്ന ആശയം ഈ വാക്യം അവതരിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എന്നത് ആത്മീയ പുനർജന്മത്തെ സൂചിപ്പിക്കുന്നു. അവിടെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അവരുടെ രക്ഷകനായി സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ലോകത്തെ ജയിക്കുന്നത് നമ്മുടെ വിശ്വാസം തന്നെ. നിത്യയാഥാർത്ഥ്യങ്ങളെ കാണുകയും ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുകയും ലോകത്തിൻ്റെ പാപം നിറഞ്ഞ സുഖങ്ങൾ, മതേതര മൂല്യങ്ങൾ, ദുഷ്ടവഴികൾ, സ്വാർത്ഥത, ഭൗതികത്വം എന്നിവയോടുള്ള നമ്മുടെ ആകർഷണം നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നെയോ അവ വെറുപ്പ്, ദുഃഖം എന്നിവയോടുകൂടെ അവയെ വീക്ഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്ന വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ, ലോകത്തെ ജയിക്കുന്നു എന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായ ലോകത്തിലെ പാപപൂർണമായ വ്യവസ്ഥകൾ, പ്രലോഭനങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ മേലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. ലോകത്തെ ജയിക്കാനുള്ള താക്കോലാണ് വിശ്വാസം. അത് മനുഷ്യപ്രവർത്തനത്തിലൂടെ അല്ല, മറിച്ച് യേശുക്രിസ്തുവിലും അവൻ്റെ പ്രവർത്തനത്തിലും വിശ്വസിക്കുന്നതിലൂടെയാണ്. വിശ്വാസികൾ വിജയം നേടുന്ന കുരിശ് വർത്തമാനകാല വിശ്വാസത്തിലെ വിജയം വിശ്വാസികളെ പാപത്തെ ചെറുക്കാനും നീതിപൂർവം ജീവിക്കാനും പ്രാപ്തരാക്കുന്നു. ഭാവിയിൽ അത് ദൈവവുമായുള്ള നിത്യജീവൻ ഉറപ്പാക്കുന്നു. പ്രലോഭനങ്ങളെ ചെറുത്തുകൊണ്ട്, പരീക്ഷണങ്ങളെ സഹിച്ചും, ലൗകിക മൂല്യങ്ങളെ നിരാകരിച്ചും ജയിക്കുന്നവരായി ജീവിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ വിശ്വസിച്ച് ദൈവശക്തിയിൽ ആശ്രയിക്കുന്നതിലൂടെ വിശ്വാസം നട്ടുവളർത്തുക. സ്നേഹപിതാവേ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ജയിച്ചവരെന്ന നിലയിൽ ഞങ്ങളുടെ ഐഡന്റിറ്റി പുനർജീവിപ്പിച്ചതിന് നന്ദി അപ്പാ. പ്രത്യാശ നൽകുകയും പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് സ്ഥിരോത്സാഹത്തോടെ ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് നന്ദി അപ്പാ, നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.